ഹായ് ഹലോ വെൽക്കം ടു ഓൾ സ്കോളേഴ്സ് സബിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫാബ്രിക് വിത്ത് അയണിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന കണ്ടന്റ് ആണ്. ഒരു ഫാഷൻ ഡിസൈനറെ സംബന്ധിച്ചിടത്തോളം ഓരോ ഫാബ്രിക്കിനും അയണിംഗ് ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ സ്റ്റിച്ചിങ് പ്രോസസ്സിംഗിൽ ഉടനീളം നമ്മൾ അയൺ ചെയ്യാറുണ്ട്. സ്റ്റിച്ച് ചെയ്ത വസ്ത്രത്തിന് കൂടുതൽ പെർഫെക്ഷൻ ലഭിക്കാനായും നമ്മൾ അയൺ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ പ്രസന്റ് ചെയ്യുന്ന സ്ലൈഡ്സ് എല്ലാം അതായത് കൂടുതൽ മുതൽ കുറവ് വരെ എന്നുള്ള രീതിയിലാണ്. ടെമ്പറേച്ചർ കൂടുതൽ മുതൽ കുറവ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് മെമ്മറിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഉപകാരപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഫസ്റ്റ് പറയാൻ പോകുന്നത് ലിനൻ ഫാബ്രിക്സിന്റെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ്. ലിനനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാലേ, ഏറ്റവും കൂടുതൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിനൻ എന്ന് പറയുന്ന നാരിന്റെ ഫാബ്രിക്സിന്റെ പ്രത്യേകതകളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? താപത്തെ വലിച്ചെടുക്കൂ അല്ലെ. ഏറ്റവും നല്ല രീതിയിൽ താപത്തെ വലിച്ചെടുക്കാനുള്ള, അത് ആഗിരണം ചെയ്യാൻ, പെട്ടെന്ന് അത് കത്തിപ്പോകുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ നമുക്ക് നല്ല വിടവുകൾ, അതായത് അതിന്റെ പാവുനൂലും ഊടുനൂലും തമ്മിലുള്ള വിടവുകൾ ഉള്ളതിനാൽ നമുക്ക് കൂടുതൽ എയർ സർക്കുലേഷൻ ലഭിക്കുന്നു. അപ്പൊ വസ്ത്രം ധരിക്കുമ്പോൾ എന്താണ്, നമുക്ക് കുളിർമ ലഭിക്കുകയും, എന്നാൽ ഈ ഫാബ്രിക് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ അത്യാവശ്യം പ്രതിരോധിക്കാൻ കഴിവുള്ള, കപ്പാസിറ്റി ഉള്ള ഒരു ഫൈബർ ആണ്. സോ ഏറ്റവും കൂടുതൽ ടെമ്പറേച്ചർ നമ്മൾ കൊടുക്കേണ്ടത് ലിനൻ ആണ്. ആൻസർ വരുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ലിനൻ ഫാബ്രിക്സിന് വേണ്ടി വരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് കോട്ടൺ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കോട്ടണും ലിനനും തൊട്ടടുത്തടുത്ത് വരുന്ന ഒരു കാറ്റഗറി പെടുന്നതാണ് അല്ലെ. അതിന്റെ ഗുണങ്ങളെല്ലാം, സ്വഭാവ സവിശേഷതകളെല്ലാം ഏറെക്കുറെ ഒരുപോലെയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കുളിർമ ലഭിക്കുന്ന വസ്ത്രങ്ങളിൽ ഒന്നാണ് കോട്ടൺ ഫാബ്രിക്സ്. ലിനൻ പോലെ തന്നെ കുളിർമ ലഭിക്കുന്ന ഫാബ്രിക്സ് ആണ് കോട്ടൺ. അപ്പൊ ലിനന് തൊട്ട് ബാക്കിലായിട്ട് വരുന്നത് ഏതാണ്? കോട്ടൺ ആണ്. കോട്ടൺ എത്ര ഡിഗ്രി ആണെന്ന് നോക്കാം. ആൻസർ വരുന്നത് 180 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പൊ ലിനൻ ഫാബ്രിക്സ് വരുന്നത് 200 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് വരുന്നത് 180 ഡിഗ്രി ആണ് വരുന്നത്. അടുത്തത് വൂൾ, സിൽക്ക്, നൈലോൺ, പോളിസ്റ്റർ. ഇതിന് മൂന്നും ഒറ്റ ടെമ്പറേച്ചറിൽ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വൂൾ, സിൽക്ക്, നൈലോൺ, പോളിസ്റ്റർ, ഇതിന് മൂന്നിനും ഒറ്റ ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. 160 ആണ്. 160 ഡിഗ്രിയാണ് നമ്മൾ ടെമ്പറേച്ചർ ഫിക്സ് ചെയ്യേണ്ടത്. അടുത്ത് വരുന്നത് ആക്രിലിൻ ആൻഡ് റയോൺ. ആക്രിലിൻ ആൻഡ് റയോൺ എന്ന് പറയുന്ന രണ്ട് ഫാബ്രിക്സിനും ഒരുപോലെയാണ് വരുന്നത്. ആൻസർ 120 ഡിഗ്രി ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത് വരുന്ന PSC പരീക്ഷയ്ക്കെല്ലാം നിങ്ങൾക്ക് തീർച്ചയായും ഇത്, PSC ആൻഡ് കാറ്ററ്റ് എക്സാംസിനെല്ലാം തീർച്ചയായും ഇത് ഉപകാരപ്രദമായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.